സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു ഉസാമ ബിൻ സെയ്ദാണ് മറ്റേ മഖ്സൂമിയ ഗോത്രക്കാരിയായ ഒരു പെണ്ണ് കളവ് നടത്തിയപ്പോൾ ആരാണ് ഇതിനോട് പറയാനുള്ള ചർച്ച ഉണ്ടായിരുന്നു. ആ സമയത്ത് സഹാബത്ത് എല്ലാവരും പറഞ്ഞു അത് ഉസാമ പറഞ്ഞോളൂ. അങ്ങനെ എല്ലാവരും കൂടി ഉസാമന്റെ അടുത്ത് നിങ്ങൾ പറയുമെന്ന് ചോദിച്ചു. മുമ്പർക്ക് തോന്നി ഞാൻ പറഞ്ഞത് നടത്തേക്കാരെന്ന് തോന്നിയിട്ട് മുമ്പ് സമ്മതിച്ചു. അങ്ങനെ നബി തങ്ങളുടെ അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ ആ കണ്ടിട്ടുള്ളത് മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണാണ്, അതുകൊണ്ട് നമുക്ക് കൈവെട്ടൽ ഒഴിവാക്കി കൂടെ എന്ന് ചോദിച്ചപ്പോൾ ലൗ അന്ന ഫാത്തിമ ബിൻത് മുഹമ്മദിൻ സറഖത് ലഖതഅത യദഹാ എന്ന് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞത് ഈ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. അപ്പൊ താരതമ്യേന ചെറിയ കുട്ടിയാണ് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളെ യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറാക്കി. അവർ പുറപ്പെടുന്നതിന്റെ മുമ്പാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. നബി തങ്ങൾ വഫാത്തായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ ആദ്യമായി പ്രഖ്യാപിച്ചു, എന്നാൽ ഉസാമ ബിൻ സെയ്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോകാൻ ഒരുങ്ങിക്കൊള്ളട്ടെ എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ നാട്ടുകാരുടെ ചെറിയ അഭിപ്രായ വ്യത്യാസം. ഇപ്പൊ ആ യുദ്ധം വേണം, സംഗതി ഇപ്പൊ അതിർത്തിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോരെ. ഉസാമ ബിൻ സെയ്ദാണെങ്കിൽ കുട്ടിയാണല്ലോ. ഇവിടെ യുദ്ധത്തിൽ തടക്കം പടക്കവും ചെന്ന അലി റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഓരൊക്കെ വെച്ചിട്ട് സിദ്ദീഖുൽ അക്ബർ ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം ആദ്യം നടക്കുന്ന യുദ്ധത്തിൽ അതിൽ തോറ്റാൽ പറ്റപ്പോയില്ലേ, അതുകൊണ്ട് ഒന്ന് അലക്കുപിടിക്ക മാറ്റിയിട്ട് സാവകാശം പോലെ എന്നൊരു ചർച്ച ഉണ്ടായി. ചർച്ചയിൽ എല്ലാവരും ഏകദേശം ഇപ്പൊ യുദ്ധം വേണ്ടെന്നുള്ള അഭിപ്രായം തന്നെ. പക്ഷെ അബൂബക്കർ സിദ്ദീഖിനോട് പറയും, എല്ലാവരും പറഞ്ഞു അത് ഉമർ ഖത്താബ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ യുദ്ധം വേണ്ട, എന്നൊരു അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു ആ അഭിപ്രായം എനിക്കുണ്ട്, എന്നാ പിന്നെ നിങ്ങൾ പോയി പറയുമെന്ന് ചോദിച്ചു. ആ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് വിവരം പറയാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഇങ്ങനെ നല്ല അവതരിപ്പിച്ചു. പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ ആൾക്കാർക്ക് ഇപ്പൊ യുദ്ധം വേണ്ടെന്ന അഭിപ്രായമുണ്ട്. കുറച്ച് കഴിഞ്ഞ് യുദ്ധസംഘത്തിന്റെ അനകപ്പുഴയൊക്കെ ഒന്ന് മാറ്റിയിട്ട് തഴക്കം പഴക്കമുള്ള ആൾക്കാരെ നേതൃസ്ഥാനത്തിട്ടിട്ട് ആക്കത്തിൽ പോലെ എന്നൊരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസാമ ബിൻ സെയ്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോയി എന്ന് വിചാരിച്ചു, എന്നിട്ട് അവർ തോറ്റു എന്ന് വിചാരിച്ചു. തോറ്റിട്ട് ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നു. മദീനയിലെ സ്ത്രീകളെയും കുട്ടികളെയും കൊല ചെയ്തിട്ട് മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതശരീരങ്ങൾ കൊണ്ട് മദീനയുടെ തെരുവോരങ്ങൾ നിറഞ്ഞു കവിഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ മുന്നോട്ട് വെച്ച സംഘത്തെ തിരിച്ചു വിളിക്കൂല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതന്നെ എനിക്ക് ഇത് ഏതുവരെ നിങ്ങൾ അഹമ്മദ് തർക്കണ്ടായാലേ സഹാബത്തിന്റെ കാലം കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ കാര്യം സഹാബത്തിന്റെ കാലത്ത് തന്നെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ അവസാന കാലത്താകുമ്പോൾ ബദരീകളെന്ന് പറഞ്ഞു നോക്കലെന്ന് പറഞ്ഞു. എന്തെങ്കിലും വിഷയത്തിൽ എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതിനാണ് മുൻഗാമികൾ പ്രാധാന്യം കൊടുത്തത്. പറഞ്ഞ ആളതിന് യോഗ്യതയുള്ള ആളാണോ എങ്കിൽ അദ്ദേഹത്തിന് തിരിഞ്ഞു, എനിക്ക് തിരിഞ്ഞില്ല എന്ന് തീരുമാനിക്കും. ഇനി നമ്മളെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടായാൽ അത് മൂപ്പർക്ക് തിരിയായിട്ടേക്കാരം, ഷാഫിമാമ് ചിലപ്പോൾ ഹദീസിക്ക് തിരിയായിട്ടേക്കാരം, നമുക്ക് ദൂരം കൂടി ഇറങ്ങി കിട്ടിയതുകൊണ്ട് എന്ന് വിചാരിക്കുന്ന തരത്തിലേക്ക് മാറി. ചില നമ്മൾ മിഷ്കാത്തിന്റെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ചില ഹദീസിന്റെ സനദ് ആളെ പറയുന്ന കൂട്ടത്തിൽ വഹുവ ബദരി എന്ന് എഴുതിയിട്ടുണ്ടാവും. ബദരിയ അറബി കോളേജിൽ നിന്ന് പാസ്സായതെന്നല്ല എന്നർത്ഥം. ബദറിൽ പങ്കെടുത്ത എന്തിനെ കൊടുത്ത് എന്തിനാണ് കൊടുക്കുന്നത്? ബദറിൽ പങ്കെടുത്ത ആളാണ്, അതുകൊണ്ട് എതിര് പറയാൻ നിൽക്കണ്ട.
കുറേയൊക്കെ കുറച്ചും കൂടി താഴ്ന്നു. കണ്ണിയസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞു, എന്ത് വാച്ച്മാൻ എപ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കുക? ആശുപത്രിയിൽ വാച്ച്മാൻ രാത്രി ഉറങ്ങുന്നില്ലല്ലോ. ഇശാ നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തും കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി നീച്ചിട്ടാണ് തഹജ്ജുദ്. നമുക്കൊരു ആശുപത്രിയിൽ വാച്ച്മാൻ രാത്രി ഉറങ്ങിന് പോലും പോകും. അയാൾ തഹജ്ജുദ് നിസ്കരിക്കാനാണെന്ന് കൊണ്ട് കരുതുന്ന പെരെ പോയിട്ട് അവിടെ പണിയില്ല. കണ്ണിയെന്ന് പറഞ്ഞു രാത്രി 10 കഴിഞ്ഞാൽ നിസ്കരിക്കുക. അപ്പോൾ വാച്ച്മാൻ നിസ്കരിച്ചോണ്ടേ നമ്മക്ക് തിരിയായിട്ട് കണ്ണിയെന്ന് തിരിഞ്ഞിട്ടുമായിരുന്നു എന്ന് തീരുമാനിച്ചു. ഇതാണ് മുൻഗാമിയുടെ ഒരു രീതി. ഇതാണ് സുന്നത്ത്. ആര് പറഞ്ഞു എന്നതിന് വലിയ പ്രാധാന്യം ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിം ലോകത്തിൻ്റെ ഇസ്ലാമിൻ്റെ ചരിത്രം, അതിൻ്റെ ഒരു ആവിർഭാവ ചരിത്രം എന്നെല്ലാം പറയുന്നതിന് നമുക്ക് ഈ തരത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അത് തന്നെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നീട് ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് ഇസ്ലാമിൻ്റെ ആവിർഭാവം, അതിലൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായെങ്കിലും വളരെ ശക്തമായ തരത്തിൽ പരിശുദ്ധമായ ഇസ്ലാം കേരളത്തിൽ എത്തിച്ചേർന്നത് മഹ്ദൂമുമാരുടെ കാലഘട്ടത്തിലാണ് എന്നതിൽ ചരിത്രകാരന്മാർക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. അതിന് മുന്നുള്ള കാര്യങ്ങളിലാണ് നേരിയ തോതിലാണെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളത്. മഹ്ദൂമുമാരുടെ കാലഘട്ടത്തിന് ശേഷം കാലഘട്ടത്തോടുകൂടി പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ രൂപം നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും ഖാദിമാരെ നിശ്ചയിച്ചുകൊണ്ടും പള്ളികൾ നിർമ്മിച്ചുകൊണ്ടും ആ പള്ളികളിൽ ഖാദിമാരെ നിയമിച്ചുകൊണ്ടും മസ്ജിദിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദീൻ നടത്തിക്കൊടുക്കുന്ന രീതി പഴമക്കാലത്തോടും നടന്നു. എല്ലാ കാര്യത്തിലും പള്ളിയാണ്. പഴയകാലത്ത് പള്ളികളൊക്കെ നോക്കിയാൽ 2 പള്ളിയുണ്ടാവും. ഒരു ഔത്തപ്പള്ളി ഉണ്ടാവും, ഒരു പുറത്തപ്പള്ളി. ഔത്തപ്പള്ളിയിൽ മിഹ്റാബ് ഉണ്ടാവും, പുറത്തപ്പള്ളിയിൽ കോഴിയുണ്ടാവും. നേരെ കയറാറോടും 2 പള്ളിയാണ് ഔത്തപ്പള്ളി. ഒരു 40 പേര് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു ഔത്തപ്പള്ളി ഉണ്ടാവും, അതിന് മിഹ്റാബ് ഉണ്ടാവും. പിന്നെ രണ്ടാമതൊരു പള്ളി ഉണ്ടാവും, അതിന് പുറത്തപ്പള്ളി എന്നാണ് പറയാം, അതിന് മേലെ കോഴി വെച്ചിട്ടുണ്ടാവും. പിന്നെ 3 വർഷം താഴ്വര ഉണ്ടാവും. ചില പള്ളികളിലൊക്കെ മുൻഭാഗത്ത് താഴ്വര കൂടി ഏറെ ഉണ്ടാവും. മയ്യത്തുകെട്ടിൽ വെക്കാനും ഹത്തീബിന് കണ്ണൂരിട്ട് ഇരിക്കാനും ചായ വെക്കാനും ഒക്കെ മുൻവശത്ത് വരാനും ഉള്ളത് അതേമാതിരി പറയാനും മയ്യത്തുകെട്ടിൽ വെക്കാനും ഹത്തീബിന് കണ്ണൂരിട്ട് ഇരിക്കാനും ചായ വെക്കാനും മുൻവശത്ത് താഴ്വര. പിന്നെ 3 സൈഡിൽ താഴ്വര. കയറി ചെല്ലുന്ന സ്ഥലത്ത് വഖഫ് ചെയ്യാത്ത കുറച്ച് സ്ഥലങ്ങൾ അത് പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഒന്നുകിൽ മേൽഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ താഴ്ഭാഗത്ത് തറ താഴ്ത്തിയോ തറ പൊട്ടിച്ചോ അടയാളപ്പെടുത്തും. ഒന്നുകിൽ തറ ഒരൽപ്പം ഉയർത്തിയിട്ട് അടയാളപ്പെടുത്തും, അല്ലെങ്കിൽ തറ താഴ്ത്തിയിട്ട് അടയാളപ്പെടുത്തും, അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് അടയാളപ്പെടുത്തും, അല്ലെങ്കിൽ ചാരിയിരിക്കാവുന്ന ചേറ്റിയൊപ്പടി നിർമ്മിച്ചുകൊണ്ട് അടയാളപ്പെടുത്തും. ഇങ്ങനെ എങ്ങനെയും വഖഫ് ചെയ്യാത്ത സ്ഥലം അടയാളപ്പെടുത്തും. അങ്ങനെ ജ്യേഷ്ഠൻ അഞ്ചനുമായി സ്വത്ത് തർക്കമുണ്ടായി. എന്നാൽ അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കാരണന്മാരെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വഖഫ് ചെയ്യാത്ത സ്ഥലത്ത് തൂണുമ്പോൾ ചാരിയിരിക്കുക. അപ്പൊ അഞ്ചൻ ചെന്നിട്ട് അവിടെ പോയി വിവരം പറയും, ജ്യേഷ്ഠൻ സ്വത്ത് ഒരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങാടിയിൽ 2 കച്ചവടക്കാരെ നടന്നു തെറ്റിയാലേ അസർക്കാരൻ കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് വിവരം പറയും. ഈ വിവരം പറഞ്ഞാൽ പള്ളിയിൽ പോയി പറയാൻ പറയും. അങ്ങനെ തിരിച്ചാൽ അതിലൊരു മസ്ലഹത്തിന്റെ തീരുമാനമെടുക്കും. ഏകദേശം ധാരണയിലെത്തിയാൽ പള്ളിക്കുള്ളിൽ കയറിയിട്ട് 1-ാം കാലം തീരുമാനം പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൽ-ഫാത്തിഹയോട് വർക്കും അതോടുകൂടി തീരുമാനം. 920 ശേഷമാണ് മുസ്ലിം സമൂഹത്തിനാദ്യമായി അങ്ങാടിയിൽ ഓഫീസ് വന്നത്. അതിന് ഓഫീസില്ല, പള്ളിയുടെ ഓഫീസ്. 920 ശേഷം മുസ്ലിം സമൂഹത്തിനാദ്യമായി അങ്ങാടിയിൽ ഓഫീസ് വന്നതോടുകൂടി പള്ളി നിസ്കരിക്കാൻ മാത്രമുള്ളതാണ് എന്ന വാദവും കൊണ്ടുവന്നു. പള്ളി പൂട്ടൽ തുടങ്ങിയത് ആംബുലിക്കാർ വന്നതിന് ശേഷം.
അതിന് മുമ്പ് കൂട്ടലില്ല. ആമ്പിൾ പേർ വന്നപ്പോൾ ശരിക്കും വേണ്ടത് ആമ്പിൾ പേർ മാത്രം കൂട്ടാൻ വേണ്ടിയിരുന്നത്. ഈ കാലം പള്ളി മൊത്തം കൂട്ടി ആമ്പിൾ പേര് കെട്ടുണ്ടെങ്കിൽ ആമ്പിൾ പേർ മാത്രമാണ് കൂട്ടുന്നത്. പക്ഷെ ഉണ്ടായത് എന്താ വെച്ചാൽ പള്ളി മൊത്തം കൂട്ടലാണ് ഉണ്ടായത്. ആദ്യം അവിടുത്തെ പള്ളി മാത്രം കൂട്ടലായിരുന്നു. ഫാനും കൂടി അടിച്ചുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് പുറത്തെ പള്ളി കൂട്ടുന്നുണ്ടെങ്കിൽ. അപ്പൊ ആൾക്കാരൊക്കെ കൂട്ടുന്നുണ്ട്, കോപ്പി കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലായത്. എന്താ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഏതായാലും ഇങ്ങനെ പള്ളികൾ 1920 ശനിയാഴ്ച മുമ്പൊക്കെ പള്ളിയിലാണ് എല്ലാ കാര്യവും. അങ്ങാടിയിൽ മുസ്ലിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടായാല് പള്ളിയിൽ വെച്ചായിരുന്നു തീർത്തിരുന്നത്. ഇന്ന് പള്ളിയിലെ തർക്കം അങ്ങാടിയിൽ വെച്ചാണ് തീർക്കുന്നത്. അങ്ങനെ പറയും. നമ്മൾ ഈ സുന്നത്തമാണെന്ന് പറയുമ്പോൾ ഇതെന്തോ അങ്ങാടിയിൽ വാങ്ങുന്ന സാധനത്തിൽ ഇങ്ങനെയൊക്കെ വന്നു തന്നെയാണ്. നമ്മുടെ നാട്ടിൽ വിദേഹത്തിന്റെ വരവുണ്ടായത് ഇങ്ങനെയൊക്കെയാണ്. മുസ്ലിങ്ങൾ എല്ലാ കാലത്തും പള്ളി ആശയം ലോകത്തെല്ലായിടത്തും അങ്ങനെ, ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ പള്ളിയെ ഇപ്പൊ 1920 ശേഷമാണ് മുസ്ലിം സമൂഹത്തിലെ അങ്ങാടിയിൽ ഓഫീസുകൾ വരുന്നത്. അതിന് മുമ്പ് അങ്ങാടിയിൽ ഓഫീസില്ല, പള്ളിയാണ് എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിച്ചിരുന്നത്. 1920 ശേഷം നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എല്ലാവർക്കും അതറിയാം. ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, ആ കാലഘട്ടത്തിൽ ഒളിവിൽ പോയ ആളുകൾ അവർ മടങ്ങി വരുന്നത്, മടങ്ങി വന്ന് ഐക്യസംഘം രൂപീകരിക്കുന്നത് നമ്മൾ പല പ്രാവശ്യം കേട്ടതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങനെ കൊണ്ടുവരാം. ഈ ഐക്യസംഘം രൂപീകരിച്ച സമയത്ത് അതിൻ്റെ മെമ്പർഷിപ്പിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന 4 ഒരു മദ്ഹബ് സ്വീകരിച്ചവർ ആയിരിക്കണം എന്നതായിരുന്നു. ഒക്കെ തുടങ്ങുമ്പോൾ അങ്ങനെ നേരത്തിനാണ് തുടങ്ങരുതെന്ന് അർത്ഥം, പിന്നെ കേട്ടല്ല. അങ്ങനെ പറഞ്ഞാൽ അന്ന് ആളെ കിട്ടുള്ളൂ. അതുകൊണ്ട് ആളെ കിട്ടുന്ന രൂപത്തിൽ പറയണം 4 ഒരു മദ്ഹബ് സ്വീകരിച്ചവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നാണ് ഐക്യസംഘം രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന നിബന്ധന. പിന്നത് മദ്ഹബന്നെ വേണ്ടാന്നുള്ളത് പിന്നീട് എത്തിച്ചേരാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് അറിയില്ല. എല്ലാവരും തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെയാണ് തുടങ്ങല്. എങ്ങനെ തുടങ്ങിയാലാണോ ആളെ കിട്ടുക അങ്ങനെയാണ് തുടങ്ങുക. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. അന്നത്തെ ഫസ്റ്റ് നിബന്ധന അതാണ്. 4 ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ചവർക്ക് മാത്രമേ അന്നത്തെ മുമ്പ്. അങ്ങനെ ആരംഭിച്ചു, ഐക്യസംഘം ആരംഭിച്ചു. അത് വിദഗ്ധത്തിലേക്കുള്ള പോക്കാണ് എന്ന് മനസ്സിലാക്കിയ അക്കാലഘട്ടത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അഹമ്മദ് കോയ ഷാരിയാനി റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള വലിയ വലിയ മഹാന്മാരായ ആളുകൾ യോഗം ചേർന്നുകൊണ്ടാണ് 1925 സമസ്തയുടെ പഴയ രൂപം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 25 സമസ്തയുടെ പഴയ രൂപം ഉണ്ടായി. പിന്നീട് ഒരു കൊല്ലം ലോകത്തിൻ്റെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ച് ആലിമീങ്ങളെ കണ്ടെത്തി 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു. 1925 രൂപീകരിക്കുന്ന സമയത്ത് പാറോൽ ഹുസൈൻ സാഹിബ് എന്നിവരായ ആളായിരുന്നു അന്നത്തെ ജനറൽ സെക്രട്ടറി. പാറോൽ ഹുസൈൻ സാഹിബ് എന്ന് പറയുമ്പോൾ പാറോൽ ഹുസൈൻ മുസ്ലിയാരാണ് ആളാണ്. സാഹിബ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില തെറ്റിദ്ധാരണ. അപ്പം അങ്ങനെ എല്ലാവരും പറഞ്ഞ് ഉലമാക്കൾ ഉമറാക്കൾ എന്ന് പറഞ്ഞിട്ട് ഉമറാക്കൾ പറഞ്ഞാൽ വേറെന്തോ സാധനം, ഉലമാക്കൾ പറഞ്ഞാൽ വേറെന്തോ സാധനം എന്ന് ആൾക്കാർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഉമറാക്കളുടെ നേതാവ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആലിമന്നെയാണ്. അല്ലാതെ ഉമറാക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരും ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വിവരമുള്ള ആൾക്കാരും, എന്നിട്ട് ഉമറാക്കൾ എന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞതിനനുസരിച്ച് ഉലമാക്കൾ ഇങ്ങനെ ചെയ്യലും അതിനൊന്നും അല്ല യഥാർത്ഥത്തിൽ ഉമറ ഉലമ ഉമറ ബന്ധം എന്ന് പറഞ്ഞാൽ
ഉസ്മാൻ സാഹിബ്. അപ്പൊ ആ സാഹിബ് ഉസ്മാൻ മൊയ്യറാണത്. അത് മുമ്പ് അങ്ങനെ ഒരു പ്രയോഗം, ഈ ഹജ്ജിന് പോയി വന്നാണ് പിന്നെ അബ്ദുൽ ഖാദർ ഹാജി എന്നാണ് വിളിക്കുക. സംഗതി മൊയ്യറിന്റെ ഇക്കാരം, എന്നാലും പിന്നെ അങ്ങനെ വിളിക്കും. അതൊരു പഴയ ഒരു ശൈലിയാണ്. അപ്പോൾ ആള് കുറച്ച് ജനകീയനായി വരുമ്പോൾ മൊയ്യർ എന്നുള്ളത് വിട്ടിട്ട് സാഹിബ് എന്ന് വിളിച്ചിരുന്നു എന്നേ ഉള്ളൂ. ആലിം ആയ അമീർ, ആലിമും അമീറുമായ ഉലമാവും ഉമറാവുമായ ആൾക്ക് അക്കാലത്ത് സാഹിബ് എന്ന് കൂട്ടി വിളിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വിളിച്ചത് പാറോൽ ഹുസൈൻ സാഹിബ്. പാറോൽ ഹുസൈൻ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കാടിൻ്റെ അടുത്തുള്ള പ്രദേശത്തുകാരനാണ്. അദ്ദേഹം പിന്നീട് സമസ്തയായ ജമിയത്തുൽ ഉലമ 1926 വന്നു. ആ വന്ന സമയത്ത് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊന്നും ഉണ്ടായില്ല. അതിനൊരു കാരണം ഉണ്ടായി. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ സമസ്തയായ ജമിയത്തുൽ ഉലമയിൽ ആദർശ വ്യതിയാനം ആദ്യമായി ആരോപിക്കപ്പെട്ട ആള് ഈ പാറോൽ ഹുസൈൻ സാഹിബായിരുന്നു. അന്നെ ഉണ്ട് ആദർശത്തിനെതിരെ നിന്നാൽ പറയണ പരിപാടി എന്നാണ്. പാറോൽ ഹുസൈൻ സാഹിബ് അദ്ദേഹം പിന്നീട് സമസ്തയായ ജമിയത്തുൽ ഉലമ 1926 വന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുത്തു. കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുത്തു. അദ്ദേഹത്തിന്റെ ഭാര്യയും രാഷ്ട്രീയ പ്രവർത്തകരായി മാറി. അക്കാലത്താൽ തന്നെ സമസ്തയിൽ നിന്ന് മെല്ലെ മെല്ലെ പിന്നീട് അകന്നുപോയി. അദ്ദേഹം ആദർശ വ്യതിയാനം ആരോപിക്കപ്പെട്ടു. ഈ പാറോൽ ഹുസൈൻ സാഹിബ് എന്ന് പറഞ്ഞാൽ എവിടുത്തുകാരനാണ് എന്ന് പോലും അറിയാത്തൊരു തരത്തിലേക്ക് പിന്നീട് മാറി. സംഗതി കുളപ്പുറത്തുകാരനാണ്, കക്കാടിൻ്റെ അടുത്തുള്ള കുളപ്പുറത്തുകാരനാണ് പാറോൽ ഹുസൈൻ സാഹിബ് എന്ന് പേരായ. സമസ്തകളുടെ ജമിയത്തുൽ ഉലമ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായി. മുല്ലക്കോയ തങ്ങളെ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി അക്കാലത്തെ ആലിമീങ്ങൾ പണ്ഡിതന്മാർ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇൽമും സിയാദത്തും ആലിമും സയ്യിദും ഒന്നിച്ച ആളാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബഹുമാനാണ്. ഈ അപൂർവമായ ചില സംഗമങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇൽമും സിയാദത്തും ഒന്നിക്കുക എന്നുള്ളത്. നമ്മുടെ അസരി തങ്ങൾ ബാപ്പാനെ പറ്റി പറയുമ്പോൾ പറയലുണ്ട്, ഇൽമും സിയാദത്തും ഒരുമിച്ചാണ്, ആലിമും സയ്യിദും ഒരാൾ തന്നെയാണ് എന്നതുപോലെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആലിമും സയ്യിദുമായിരുന്നു. മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ ആലിമും സയ്യിദുമായിരുന്നു. 5 രാത്രികളാണ് ദുആക്ക് ഇജാബത്തുള്ള രാത്രികൾ. ഒന്ന് വെള്ളിയാഴ്ച രാവ്, മറ്റൊന്ന് റജബ് 1 രാവ്. റജബ് 1 രാവും വെള്ളിയാഴ്ച രാവും ചേർന്ന് വന്ന ദിവസം ഉമർ അലി ശിഹാബ് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇൽമും സിയാദത്തും ഒരുമിച്ച ആളായിരുന്നു. അപ്പോ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇൽമും സിയാദത്തും ഒരുമിച്ച ആളായിരുന്നു. ഏതൊരു സംഘടനയായാലും ഒരു സ്ഥാപനമായാലും ഒരു പ്രസ്ഥാനമായാലും അതിനെ വിലയിരുത്തുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു സ്ഥാപനം, ഇപ്പൊ ഈ സ്ഥാപനത്തെ നമ്മൾ വിലയിരുത്തുക 2-3 പേരുകളിലാണ്. ഒന്ന് മഹാനായ സൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, മറ്റൊന്ന് ബഹുമാനപ്പെട്ട നല്ലൊരു ഉസ്താദ്. ഒരു സംഗതിയെ വിലയിരുത്താൻ ചില മാനദണ്ഡമുണ്ട്. ഏതിനാണെന്ന് ഒരു നാട്, ആ നാടിന്റെ പ്രത്യേകത, ആ നാട്ടിൽ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞവരോ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ ആയ ചില ആളുകളായിരിക്കും. അപ്പൊ മദീന എന്ന് പറഞ്ഞാൽ നല്ല ഇന്നപ്പായിട്ട് തന്നെ മുത്തിനബിയോടെ ഉണ്ടെന്നാണ് ഒരാളാണ് അതിന്റെ പിന്നിൽ. മമ്പർ എന്ന് പറഞ്ഞാൽ തിരുവങ്ങാടി പോയതിന്റെ മേലെ മിനി ബസ് കൊണ്ട് പാലത്തിൽ തന്നെ മമ്പറത്ത് തങ്ങൾ എന്ന ഒരാളവിടെ കിടക്കുന്നുണ്ടെന്നാണ്. ഒരു നാടിന്റെ പ്രത്യേകത ഒന്നുകിൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ആളുകളായിരിക്കും. അപ്പോ ജാമിയ നൂരിയ എന്ന് പറയുമ്പോൾ നമ്മളതിന്റെ സ്ഥാപകനായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആദ്യത്തെ ചർച്ചാ വിഷയമാകുന്നതുകൊണ്ട് തന്നെയാണ്. മുല്ലക്കോയ തങ്ങളുടെ
അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുന്ന ആൾ മുഹമ്മദ് നബിയെ പഠിക്കണം, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളോ മുഹമ്മദ് നബിയെ വിമർശിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിൻ്റെയും ഇങ്ങനെ ചില ആളുകളാണ് ഉണ്ടായിരിക്കുന്നത്. സമസ്തനെ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കേണ്ടത് ഇതാരെ ഉണ്ടാക്കിയത്, ആരെ പ്രചരിപ്പിച്ചത്, ആരാ പ്രബോധനം ചെയ്തത്, ആരാണ് ഇതിലേക്ക് വഴി നടത്തിയത്. അപ്പോൾ ആദ്യം പഠിക്കേണ്ട ആള് ബാഹലി മുല്ലക്കോയ തങ്ങൾ ഒരു കാലത്ത് തെറ്റുപാട്. ആ കാലത്ത് ഹജ്ജിന് പോകുന്ന ആളുകൾ മുല്ലക്കോയ തങ്ങളോട് സമ്മതം ചോദിക്കാതെ പോകൽ പതിവുണ്ടായിരുന്നില്ല. മുല്ലക്കോയ തങ്ങളുടെ താരീഖ് പറയുന്ന പുസ്തകത്തിൽ കൊടുവള്ളി അബ്ദുൽ ഇസ്ലാമിക് സാഹിത്യം അതിൽ പ്രസിദ്ധീകരിച്ചത്. അതിന് മുല്ലക്കോയ തങ്ങളുടെ ഒരു താരീഖ് ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരിക്കലും ഒരാൾ മുല്ലക്കോയ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. അങ്ങനെ മുമ്പനായിക്കോട്ടെ അത് ഷാഹത്തിലേക്ക് പോയി. അതിനാട് ചോദിച്ചാൽ എന്താ പേര് കണ്ടു ചോദിച്ചു. അതിനെനിക്ക് അഹമ്മദ് എന്ന് കേൾക്കാൻ മതി. അങ്ങനെ അഹമ്മദ് എന്ന് പേര്. മുല്ലക്കോയ തങ്ങൾക്ക് ഒരു കാര്യസ്ഥനായിരുന്നു അഹമ്മദ്. പുതിയ വന്ന ആൾക്കും പേര് അഹമ്മദ് എന്നായി. അപ്പൊ അഹമ്മദ് എന്ന് വെച്ചാൽ രണ്ടാളും വണ്ടി വരും. അതില്ലാതിരിക്കാൻ വേണ്ടി ഒരാളുടെ പേരിൽ കൂടെ പുതിയ അഹമ്മദ് എന്നായി. അപ്പൊ ഒന്ന് അഹമ്മദുമായി ഒന്ന് പുതിയ അഹമ്മദ്. അങ്ങനെ എനിക്ക് കുന്നംകുളത്തുകാരായ കുറച്ച് ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ യാത്ര പറയാൻ വേണ്ടി മുല്ലക്കോയ തങ്ങളുടെ അടുത്ത് വന്നു. യാത്രയൊക്കെ കൊടുത്ത് ദ്വാരകൾ കൊണ്ട് പോകുമ്പോഴോട് ചോദിച്ചു, എന്നിട്ട് കായം ചോദിച്ചു. ആണ്ട് എൻ്റെ പുതിയ അമ്മയിലൊന്ന് കൊണ്ടാൽ മാത്രമുള്ള പൈസ ചോദിച്ചു. ആണ്ട് അങ്ങനെ പുതിയ കായില്ലാതെ ഹജ്ജിന് പോയി. അങ്ങനെ പുതിയ അമ്മല് ഹജ്ജിന് പോയി. ഹജ്ജൊക്കെ കഴിഞ്ഞ് സിയാറത്തൊക്കെ കഴിഞ്ഞ് കുന്നംകുളത്ത് മടങ്ങുമ്പോൾ പുതിയ അമ്മ പറഞ്ഞു ഞാൻ പോലിൻ്റെ പടത്തിലുണ്ടോ. അങ്ങനെ നടന്നു പോലെ പിന്നെ വലിച്ചോണ്ടാണോ നിർവാഹനം പോകുന്നു. ഇസ്ലാമിക് സാഹിത്യം അതിൽ പ്രസിദ്ധീകരിച്ച മുല്ലക്കോയ തങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു മുല്ലക്കോയ തങ്ങൾ പിന്നൊരിക്കൽ ഹജ്ജിന് പോയി. അന്ന് ഈ അറക്കൽ മുസ്ലിം രാജകുടുംബത്തിന്റെ കൂടെയാണ് മുല്ലക്കോയ തങ്ങൾ പോയിരുന്നത്. ബോംബെ ചെന്നിട്ട് അവർ കപ്പലിൽ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ പോവാൻ ചെയ്യാം. ബോംബെ വരെ അവർ ഒരുമിച്ച് പോയി. ബോംബെയിൽ ചെന്നപ്പോൾ അറക്കൽ രാജകുടുംബം കപ്പൽ വാടക കുടിച്ചു പോകണമെന്നുള്ള അഭിപ്രായമായി. മുല്ലക്കോയ തങ്ങൾ വാടക കൊടുക്കേണ്ട, നമുക്ക് ടിക്കറ്റ് എടുത്താൽ മതി എന്നുള്ള അഭിപ്രായമായി. അങ്ങനെ അവർക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും മുല്ലക്കോയ തങ്ങൾ അവരുടെ കൂടെ പോയില്ല. അവർ കപ്പൽ ഒഴിച്ചു പോയി. മുല്ലക്കോയ തങ്ങൾ പിന്നീട് ടിക്കറ്റ് എടുത്തു പോയി. ഹജ്ജൊക്കെ കഴിഞ്ഞ് സിയാറത്തൊക്കെ കഴിഞ്ഞ് പരിശുദ്ധമായ മദീനയുടെ ഹറമിൽ ഇരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ നിലത്ത് കാല് ഒന്നില്ല എന്ന് തോന്നുന്ന തരത്തിൽ സ്പീഡിൽ ഓടിക്കും. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ മുല്ലക്കോയ തങ്ങൾ ചോദിച്ചു, എൻ്റെ പുതിയ അമ്മ ചോദിച്ചു. ആ ഇനിയിപ്പോൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു ഞാൻ 100 ബൈക്കിൽ ബസ്സിലായിരുന്നു. അസർക്ക് മദീനയിലെ ഹറമിൽ കൂടെ നിന്നിട്ട് വന്നതാണ്. ഇവിടുന്ന് സമ്മതം തരികയാണെങ്കിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ മക്കത്തെ ഹറമിൽ പോകണമെന്ന് പറഞ്ഞു. വണ്ടിക്ക് പോയാൽ തന്നെ എത്തൂല. എന്നിപ്പോൾ നമ്മൾ കാറിന് പോയാൽ തന്നെ എത്തൂല. മാരിക്ക് ദൂരക്ക് ബൈത്തുൽ അസർക്ക് മസ്ജിദ് നബവിയിലും മഗ്‌രിബിന് മസ്ജിദുൽ ഹറാമിലും സമ്മതം കൊണ്ട് പറഞ്ഞയച്ചു എന്നാണ് ഉള്ളത്. ആ ഒരു കാലത്ത് അപ്പോഴൊക്കെ പുതിയ സൈനാമീനെ അബദാലന്മാരാക്കി മാറ്റി അയച്ചോര്. ഇതാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പാണ്. എന്തുകൊണ്ട് നമ്മൾ സമസ്തയിൽ ഇരിക്കുന്നു എന്നതിന് ഉത്തരവാണ്. ഇത് മുല്ലക്കോയ തങ്ങളോ ഉണ്ടാക്കിയത് എന്നും പറയാനുള്ള ഉത്തരം തരേണ്ടി ഏതൊരു വിഷയത്തെ. ഇനിയിപ്പോൾ വേറെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു സംഘടനയെ വിലയിരുത്താം. ഇനി ഒരാളെ വിലയിരുത്തുമ്പോൾ ചില മാനദണ്ഡമുണ്ട്. ഒരു മനുഷ്യനെ എങ്ങനെ വിലയിരുത്താം? ഒരു മനുഷ്യനെ വിലയിരുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം അയാളുടെ മൗത്ത് എങ്ങനെയായിരുന്നു എന്ന്.
തന്നെ ഏതൊരു മനുഷ്യരും മരിച്ചതിന് ശേഷം മാർക്കിടാൻ കഴിയുള്ളൂ, അതിന് മുമ്പ് മാർക്കിടാൻ കഴിയില്ല. അതുകൊണ്ടാണ് മഹാശിനെ പുറത്താക്കും എന്ന് പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നവരെ മതിൽ ചെയ്യുന്നത് ശരിയുമല്ല. അത് ആരെ മതിൽ ചെയ്യണമെങ്കിലും ശരി, ജീവിച്ചിരിക്കുന്നവരെ മതിൽ ചെയ്യുന്നത് ശരിയല്ല. ഒത്തുറു മഹാസിനെ പുറത്താക്കും എന്നതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്ന്, മഹാസിനാണ് പറയേണ്ടത് കിട്ടും. രണ്ട്, മരിച്ചോരെയാണ് പറയേണ്ടത് കിട്ടും. ജീവിച്ചിരിക്കുന്നവരല്ല പറയേണ്ടത്, മരണപ്പെട്ടവരെയാണ് പറയേണ്ടത്. രണ്ട് ഗുണഗണങ്ങളാണ്, അതാണ് മഹാസിൻ. ഗുണഗണങ്ങളാണ് പറയേണ്ടത് എന്നും അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നത് എങ്ങനെ? നമ്മൾ മരിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ വാക്കിൽ മരിച്ചോനെ അവസാനത്തെ വാക്കിലായാലും സംശയിച്ചു പെട്ടെന്ന് തോന്നാൻ പുറപ്പെട്ടു. അവസാനത്തെ വാക്ക് മരിക്കുമ്പോൾ എന്ന് പറയണമെന്നല്ല. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗ്ഗത്തിൽ കടന്നവനാണ്. അല്ലാതെ മരിക്കുന്നവരായാൽ എന്ന് പറയണമെന്നല്ല. അതായത് ഒരാളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഉണ്ടായത്. പിന്നെ ഒരു 3 മാസം ആശുപത്രി കഴിഞ്ഞൊന്നും മുന്നിലാണ് മരിച്ചു. അയാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തിരുശേഷം തന്നെ ഉണ്ടായത് മഹാനവകൾ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന് വലിയ സംസാരിക്കാതെ പോവുകയും പിന്നീട് മാസങ്ങൾക്ക് ശേഷം മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു മരിക്കുമ്പോൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാനാണ് എപ്പോഴും പറയുന്നത്. അല്ലാഹുവേ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് തന്നെ. എന്നാൽ മരിച്ചപ്പോൾ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന ആനക്കര ചാപ്പനങ്ങാടി ബാപ്പുവലിയുടെ ജീവിതകാലം അങ്ങനെ മരിക്കാൻ സമയത്ത് മക്കളെ കാര്യങ്ങളിലേക്ക് വിളിച്ചിട്ട് ചാപ്പനങ്ങാടിയുടെ വിഗ്രഹം കടത്തി 1000 എന്നിട്ട് തോൽക്കാൻ നേരത്തെ അസ്തിമോദി തോൽക്കാൻ നേരത്തെ മഹാനായ ഞാൻ വന്നപ്പോൾ ശംസുലയുടെ ഓപ്പാത്തിനെ കുറിച്ചു, എടി മനുഷ്യരുടെ ഓപ്പാത്തിനെ കുറിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന്റെ ഓപ്പാത്ത് അയാളുടെ ജീവിതം ശരിയോ തെറ്റോ തീരുമാനിക്കുന്നതാണ്. നല്ല മരണം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം അയാളുടെ മരണത്തെ ആളുകൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് നോക്കിയിട്ടാണ്. നമ്മളെ ഒരാൾ മരിച്ചു, വാപ്പ മരിച്ചു. വാപ്പ മരിച്ചാൽ വന്നാൽ ആദ്യം ചോദിക്കും, എന്തെന്നുള്ള വാപ്പാക്ക് വേണമെന്ന് ചോദിക്കും. അതിന് പറയും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വിശാഖിസ്ഥാനം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വാക്കി തപാലത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എനിക്ക് എന്തൊരു സുഖമില്ലാന്ന് പറഞ്ഞു. ഇമ്മയെല്ലാവരും കൂടി ഓടി വന്നു, കട്ടിമൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ മരിക്കുകയാണെന്ന് പറഞ്ഞ് ഒക്കെ ചെയ്യുന്ന ഒരു വലിയ കഴിച്ചു. പിന്നെ വാക്ക് മുന്നിലില്ല എന്ന് പറയുമ്പോൾ സംഗതി പറയുന്നത് മരിച്ചു എന്നാണെങ്കിലോ പറയുന്നതിനൊരു രസം വരാണ് നല്ല മരണം. ഒരാൾ മരിച്ചു, എന്തെങ്കിലും തരണമെന്ന് ചോദിച്ചു, അതൊന്നും അറിയണ്ട എന്നാണെങ്കിൽ മനസ്സിലായി. അതിൻ്റെ പേരാണ് ചീത്ത മരണം. മരണത്തിന് ശേഷം ആളുകൾ ആ മരണത്തെ എങ്ങനെ അനങ്ങിയാണ് പോയി പുതുസിയ മുമ്പിനായ മനുഷ്യൻ മറ്റൊരാളുടെ മരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരായിരുന്ന KT മാനവസ്തിയുടെ മരണത്തെ വിലയിരുത്താറ്, ശംസുലുലമയുടെ വഫാത്തിനെ വിലയിരുത്താറ്, അതുപോലെ KC ജമാഅത്ത് മുസ്ലിയാരുടെ വഫാത്തിനെ വിലയിരുത്താറ്, കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിനെ വിലയിരുത്താറുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മനുഷ്യൻ ശരിയായ വഴിയിലാണോ ചീത്തയായ വഴിയിലാണോ എന്ന് തീരുമാനിക്കുന്നതിൽ അയാളുടെ വഫാത്ത് പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ സമസ്തക്ക് നിർബന്ധമെടുത്ത ആളുകളുടെ ഒക്കെ വഫാത്തിനെ വിലയിരുത്താം. സമസ്തയിൽ കച്ചവടക്കാരെ വരെ പക്ഷെ മരിക്കുന്ന നേരത്തിൽ നമ്മുടെ
ആൾക്കാരെ വരുന്നുണ്ടോ? സമസ്തകളിൽ നമുക്ക് നേരെ കച്ചവടക്കാരെ വരുന്നു. പക്ഷെ മരണപ്പെടുന്നതിൽ നമ്മൾ തുടർച്ചയായി പള്ളിയിൽ പണം കൊടുക്കാനാണ്. പള്ളിയിൽ പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ദ്രാവകത്താണ്. ഏറ്റവും വലിയ ദ്രാവകം നടത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം. പള്ളിയിൽ പണം കൊടുക്കുക 3 ദിവസം തുടർച്ചയായി ശരിക്കും പണം കൊടുക്കുന്നു, ഹത്തം ഒതുക്കുന്നു, സുന്നത്തിനോമോ ഒതുക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ സമസ്തത്തിൽ നമുക്കെടുത്താലുണ്ടാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് ആ നേട്ടത്തെ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മുൻഗാമികളുടെ വഴിയിൽ നിലകൊള്ളുകയും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ശരിയായ രൂപത്തിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ്. സുന്നത്ത് ജമാഅത്തിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. പള്ളിയോട് നമുക്ക് ബഹുമാനമാണ്, കാരണം പള്ളിയെ അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. ഉമ്മയോട് ബഹുമാനമാണ്, കാരണം ഉമ്മയെ അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. ആലിമിനോട് നമുക്ക് ബഹുമാനമാണ്, കാരണം ആലിമിനെ അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനത്തെ നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടമാണിത് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും സമസ്തക്ക് കരുത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. 926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായി. ആദ്യത്തെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയാവുന്നത് 955 ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പിറവിയാണ്. അഭിപ്രായ വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതായത് വടക്കൻ തെക്കൻ കേരളത്തിലുള്ള ആളുകൾ മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും അക്കാലത്ത് യാത്ര ചെയ്തു വരാൻ ഉണ്ടായ പ്രയാസത്തിൽ നിന്നാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാകുന്നത്. അതൊരു അഭിപ്രായ വ്യത്യാസമാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ പിന്നെ അപ്പോൾ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നത് ശരിയല്ല, അഭിപ്രായ വ്യത്യാസമല്ല എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ ആണെന്ന് പറയാൻ പറയാം. അങ്ങനെയാണ് 955 ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ ആശീർവാദത്തോടുകൂടെയാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായത്. പക്ഷെ ഉണ്ടായതിനു ശേഷം ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ അതിലൊരു മുമ്പത്തുവാദമാണ്. സുന്ദരമായിട്ട് പറയുന്നത് കുറെ കാലം മുമ്പത്ത് സമസ്ത സുന്ദരമായിട്ട് പറയാൻ വേണ്ടി ഉണ്ടായതാണ്. സുന്ദരമായിട്ട് പറയാൻ വേണ്ടി നിലനിൽക്കുന്നതുമാണ്. സുന്ദരമായിട്ട് പറയുന്നത് ദൗത്യവുമാണ്. വേറെ പറയാൻ പറയുന്ന സംഘടനയുണ്ട്. അപ്പൊ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയും സമസ്തയും തമ്മിലുണ്ടായ വ്യത്യാസമാണ് ഉമ്മത്വവാദം കൊണ്ടുവന്നു. ഉമ്മത്വവാദം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഉൾക്കൊള്ളേണ്ടി വരും, എല്ലാത്തിനെയും നീക്കേണ്ടി വരും, അങ്ങനത്തെ ഒരവസ്ഥ വന്നു. അപ്പൊ അതൊരു ഒരവസ്ഥയിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയും പ്രവർത്തിക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വിവാദമുണ്ടായപ്പോൾ സമസ്ഥാന കേരള ജമിയത്തുൽ ഉലമ നല്ലോണം കേൾക്കുന്നുണ്ട്. എല്ലാ യുവാക്കളും വരാമെന്ന് ജമിയത്തുൽ ഉലമയും സമസ്ഥാന കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായി. 976 സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൂരിഷാ തരീഖത്തിനെ എതിർക്കുന്ന സമയത്ത് പിന്നെ ജമിയത്തുൽ ഉലമ ഉണ്ടായി. ഉൽ ഹിന്ദ് ജമിയത്തുൽ ഉലമായെ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്റെ പേരോടുകൂടി ജമിയത്തുൽ ഉലമ 989 കാന്തപുരം മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഖിലേന്ത്യ സുന്നി ജമിയത്തുൽ ഉലമ 2006 ആലുവ തരീഖത്തിനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഗൗസിയ്യ സുന്നി ജമിയത്തുൽ ഉലമ
സ്വിച്ച് ഇടാത്ത AC ഉണ്ടാവും ചില പള്ളി. വിനോദാഭാസം എന്നാണ് അതിൻ്റെ പേര്. ചില പള്ളിയിലൊക്കെ AC വെച്ചിട്ടുണ്ടാവും, സ്വിച്ചില്ല. സ്വിച്ച് ഇടാതെ AC അവിടെ കാര്യമില്ല. AC വെച്ചത് സ്വിച്ച് ഇടാനാണ്. മനുഷ്യരെ അവകാശം പഠിച്ചത് പരീക്ഷക്കാരാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. അതുകൊണ്ട് മനുഷ്യനാകുമ്പോൾ അവൻ പരീക്ഷണമാണെന്നാണ് അവനെ പരീക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയത്. സമസ്ത ഉണ്ടാക്കിയത് സുന്നത്തമാണെന്ന് പറയാനാണ്, വേറൊരു ആവശ്യമില്ല. അതിനാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് നേരെ കിട്ടണമെങ്കിൽ നോക്കാം. അതുകൊണ്ട് 1, 2, 3 സ്ഥാനം അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള മനസ്സോടുകൂടെ അനുഭവമാണ്. അപ്പം അതുകൊണ്ട് സമസ്തയുടെ കാര്യമാണ് ശക്തി പകരാൻ എല്ലാവരും തയ്യാറാക്കണം. നമ്മളെല്ലാവരെയും സമസ്തയുടെ സാന്നിധ്യങ്ങളായി മാറ്റി തരട്ടെ. ആമീൻ. ഇന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കണം. അല്ലാഹു